ഹലോ, വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ മൂന്നാർ ട്രിപ്പ് ഇവിടെ ഒന്നും അവസാനിച്ചിട്ടില്ല. നമ്മളിപ്പോൾ കൊളുക്കുമലയിലാണ് വന്നേക്കുന്നത്. ആനയിറങ്ങൽ ഡാമിൽ നിന്നും നമ്മളിപ്പോൾ കൊളുക്കുമല എത്തിയിട്ടുണ്ട്. ഞങ്ങൾ വന്നത് ഉച്ചയ്ക്കാണ് റൂമൊക്കെ എടുത്ത് സെറ്റായത്. പക്ഷേ വന്ന് 3 എണ്ണം നടന്ന് 3 ദിവസത്തെ ഉറക്കം, അതുകൊണ്ട് 3 എണ്ണം കിടന്ന് നല്ലോണം ഉറങ്ങി. ഞാൻ നല്ലോണം ഉറങ്ങിയൊന്നുമില്ല, അച്ഛനും മോനും നല്ല ഉറക്കമായിരുന്നു. അതിനുശേഷം വൈകിട്ടൊരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് അടുത്തൊരു പ്ലേസിലേക്ക്. പക്ഷേ ഒരുപാട് ലേറ്റായി പോകാൻ പറ്റിയില്ല, കാരണം നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. നമ്മൾ റൂമൊന്നും അത്ര വലിയ ഇതൊന്നുമല്ല, തട്ടിക്കൂട്ട് റൂമൊക്കെ ആയതുകൊണ്ട് നമ്മൾ റൂമിൻ്റെ വീഡിയോ ഒന്നും അത്ര വലുതായിട്ട് കാണിക്കുന്നൊന്നുമില്ല. തീരെ ഭയങ്കര മോശമായിരുന്നു. പിന്നെ ഒരു ദിവസം നൈറ്റ് എങ്ങനെയെങ്കിലും ഒന്ന് സ്റ്റേ ചെയ്യാൻ വേണ്ടിയാണ് അതെടുത്തത്. അപ്പോൾ നമ്മൾ അതിനടുത്ത് തന്നെയുള്ള നമ്മളിപ്പം കൊളുക്കുമലയിലാണ്, അതിൻ്റെ ഒരു ചുറ്റുഭാഗത്താണ് റൂം എടുത്തിരിക്കുന്നത്. അപ്പം ഇവിടെയൊക്കെ ഒരുപാട് റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അന്യായ റേറ്റും ഉണ്ട്. നമ്മുടെ പോക്കറ്റ് ഫുള്ള് കാലിയാകും, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ആധാരം കൊണ്ടുവന്നാലേ ഇവിടെയൊക്കെ താമസിക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ സാറ്റർഡേ സൺഡേ ഫുള്ള് ബുക്കിംഗ് ആയിരിക്കും. അതുപോലെ തന്നെ നിറയെ ഞങ്ങളിങ്ങോട്ട് വരുമ്പോൾ നിറയെ വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ അടുത്തൊരു പ്ലേസിലേക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു ട്രക്കിംഗ് ഒക്കെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ പോകാനൊക്കെ പ്ലാൻ ചെയ്തു. ലാസ്റ്റ് ഉറക്കം ഞങ്ങളെ അവിടെയൊന്നും പോകാൻ സമ്മതിച്ചില്ല. അപ്പം എന്നാലും വൈകുന്നേരം ഫുഡ് കഴിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് പോവാം. അപ്പോൾ അതിന് എന്താണ് ആ വഴിയിലൂടെയൊക്കെ പോയാലെന്നുള്ള ഒരു നമ്മുടെ ആകാംക്ഷയൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ പോവാണ് ഞങ്ങൾ കാണാനായിട്ട്. നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയുക, പൈൻ മരങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ മെയിനായിട്ട് ഇവിടെ തേയിലത്തോട്ടമാണല്ലോ. ഭയങ്കര ഭംഗിയെന്ന് വെച്ചാൽ അത്ര അധികം ഭംഗിയുള്ള ഒരു തേയിലത്തോട്ടത്തിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അവിടുന്ന് എന്തോ ഒരു ട്രക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങളിപ്പോൾ നല്ല ഈ ഫോണിൽ ലൈറ്റിൽ കാണുന്ന പോലൊന്നും അല്ല കേട്ടോ. അപ്പം നല്ലോണം ഒന്ന് സന്ധ്യയായിട്ടുണ്ട്. ഫോണിൽ നോക്കുമ്പോൾ ഒരു ഇച്ചിരി കൂടെ വെട്ടമുണ്ട്. ഇതിന് ശേഷമാണ് ഫുഡ് കഴിക്കാൻ വന്നത്. റൂമിൽ ഫുഡില്ല, പറഞ്ഞാൽ രാവിലെ ഫുഡ് തരാമെന്നാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾ വിചാരിച്ചെന്തോ ഫ്രീ ആണോ ഫുഡ്? അല്ല, ഫ്രീ ഒന്നുമല്ല, നമ്മൾ പൈസ കൊടുക്കണം. അപ്പം രാവിലത്തേക്കുള്ള ഫുഡ് അവിടെ നിന്ന് കിട്ടുമെന്നൊക്കെയാണ് പറഞ്ഞത്. അതിനുള്ള പേ ചെയ്താൽ മതി എക്സ്ട്രാ ആയിട്ട്. നമ്മൾ ഇതിന് ശേഷം ഫുഡൊക്കെ കഴിച്ചിട്ട് നേരത്തെ കിടന്ന് ഉറങ്ങണമെന്ന് പറഞ്ഞേക്കാം. കാരണം 4 മണിക്ക് നമ്മൾ എണീറ്റ് റെഡി ആകണം. 4:30 ജീപ്പ് വരും. ആദ്യം നമ്മളെയാണ് വിളിക്കാൻ വരുന്നത്. അതിനുശേഷം വേറെ ടെൻറ്റിൽ കുറച്ച് ഗ്യാങ്ങിനെയൊക്കെ വിളിച്ച് ഫില്ലായിട്ട് വേണം നമ്മൾ പോകാനായിട്ട്. അപ്പം സൂര്യൻ വരുന്നതിന് മുമ്പേ നമ്മൾ അവിടെ ചെന്ന് സെറ്റായിട്ട് വേണം സൂര്യനെ കാണാനായിട്ട്. അപ്പം നല്ല തിരക്ക് കാണും. കാരണം സാറ്റർഡേ സൺഡേ ഞങ്ങൾ പോകുന്നത് സാറ്റർഡേ ആണ്. അപ്പം നല്ല തിരക്കായിരിക്കും. സൺഡേ പിന്നെ അടുക്കാനേ പറ്റത്തില്ല. പക്ഷെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബുധനാഴ്ച ഞങ്ങൾ കൊളുക്കുമല വരണ്ടായിരുന്നു. പക്ഷേ പ്ലാനിങ് എല്ലാം ഈ തണുപ്പ് കൊണ്ട് പ്ലാനിങ് എല്ലാം തെറ്റിയതുകൊണ്ട് നമുക്കതെല്ലാം നഷ്ടമായിട്ട്. ആ ഒരു ബുധനാഴ്ചയൊക്കെ വന്നിരുന്നെങ്കിൽ, ബുധൻ വ്യാഴം വെള്ളിയൊക്കെ വന്നിരുന്നെങ്കിൽ ഇത്രയും തിരക്ക് കാണത്തില്ല. പിന്നെ ഇവിടെ ഞങ്ങളുടെ റൂമിലെ ആൾക്കാർ പറഞ്ഞു ഓട്ടോ ഒക്കെ ഭയങ്കര ശ്രദ്ധിച്ചോണം. ഇവിടുത്തെ ഓട്ടോ ചേട്ടന്മാർ ഭയങ്കര ഒരു എന്താ ഒരു വല്ലാത്ത ആൾക്കാരാന്ന് പറഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാവുകയും ചെയ്തു. ഞങ്ങളുടെ ഈ ഫ്രണ്ടേ പോകുന്ന ഓട്ടോ ഉണ്ട്, ഭയങ്കര അലമ്പായിരുന്നു കേട്ടോ. നമ്മുടെ എന്താ അടുത്തൂടെ വന്നിട്ട് ഓരെന്താന്നൊക്കെ പറയുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര അലമ്പ് ടീംസ് എന്ന് പറഞ്ഞാൽ അത്ര അലമ്പാണ്. അപ്പോൾ ആ റൂമിലുള്ള ആൾ പറയുകയും ചെയ്തു, ചേട്ടാ ഇവിടെ മൃഗങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല, അവരെ ഒന്നും നിങ്ങൾ പേടിക്കണ്ട. പക്ഷേ ഓട്ടോക്കാരന്മാർ അവന്മാർ അലമ്പാണെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ പോകുന്ന വഴി ഇങ്ങനെ ടെൻറ്റും മറ്റേ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ രസകരമായിട്ടൊരു DJയും കാര്യങ്ങളും ഒക്കെ കണ്ടു. ഭയങ്കര ലൈറ്റിംഗ് ആണ്. തിരിച്ചു വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് അവിടെ ലൈറ്റും DJയും സോങ്ങും എല്ലാം ഉണ്ടായിരുന്നു. അപ്പം നമ്മളിപ്പോൾ ആ ഒരു തേയിലത്തോട്ടത്തിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് സ്റ്റാർട്ടിലേക്ക് പോവുകയാണ്. അപ്പം നമ്മുടെ ആ ഒരു തേയിലത്തോട്ടത്തിൻ്റെ ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. നല്ല കയറ്റമാണ് കേട്ടോ. നല്ല കയറ്റമെന്ന് വെച്ചാൽ നല്ല കയറ്റമാണ്. പാപ്പാത്തിച്ചോലയോ അങ്ങനെ എന്താണ്ടാണ് അവിടെ ബോർഡിൽ കണ്ടത്. ഭയങ്കര കയറ്റമാണ്. ചേട്ടൻ ഇങ്ങനെ പറയുന്നുണ്ട് വണ്ടി കയറുമോ. ദൂരെ ഒരു വലിയൊരു റിസോർട്ടൊക്കെ കാണാമായിരുന്നു കേട്ടോ. നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ നല്ല റേറ്റ് ആയിരിക്കും, നമുക്ക് ഊഹിക്കാമല്ലോ. കാരണം ഞങ്ങളെടുത്ത റൂം കാണിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായാൽ അത്ര കണ്ട് ഭയങ്കര ഒരു മോശം ഒരു റൂമായിരുന്നു. അപ്പം ആ റൂമിന് 1500 ഞങ്ങൾക്ക് ചാർജ് ആയത്.
പക്ഷേ നമ്മൾ മൂന്നാർ ഒരു റൂം പെട്ടെന്ന് എടുത്തതിൻ്റെ ആ ഒരു ഇത് കാണിച്ചു. അത് നമുക്ക് വന്നത് 800 ആയിരുന്നു. അത് നല്ല കുഴപ്പം, അത്യാവശ്യം നല്ല ഒരു റൂമായിരുന്നു. അപ്പം അതിനെ അപേക്ഷിച്ച് ഭയങ്കര കൊള്ളാത്ത റൂമായിരുന്നു നമുക്ക് കിട്ടിയത്. പിന്നെ ഒരു ദിവസം അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ള രീതിയിലാണ് നമ്മൾ എടുത്തത്. അപ്പോൾ ഈ റിസോർട്ടിൻ്റെയൊക്കെ ഒരു റൂം എടുക്കണമെങ്കിൽ എന്തോരം പൈസയാകുമെന്ന് നമുക്ക് ഊഹിക്കാം. ഇവിടെ ടെൻ്റായിരിക്കും ബെറ്റർ. അപ്പം വരുന്നവർ നമ്മളെ പോലുള്ള സാധാരണക്കാർ, നമ്മൾ പരിചയപ്പെടുന്നവരൊക്കെ പറയുന്നുണ്ട് ഇവിടെ ടെൻ്റാണ് ബെറ്റർ, പെർ ഹെഡ് ഇത്ര ചാർജ് ആകുന്നെങ്കിൽ ടെൻറ്റിലാണ് മിക്കവരും. പിന്നെ ഹൈ ലെവൽ അല്ല ക്യാഷ് ടീമും കാര്യങ്ങളും അവരൊക്കെ വരുമ്പോഴത്തേക്കും അല്ലാതുള്ളതാണ് സ്റ്റേ ചെയ്യുന്നത്. ഈ കൊളുക്കുമല ഫേമസ് ആയ പിന്നെയാണ് ഇത്രയും പൈസ റൂമിനും കാര്യങ്ങൾക്കൊക്കെ, അതും അവർ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലോണം ഒരു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷേ പറയാതിരിക്കാൻ പറ്റില്ല, ഇപ്പോൾ വീഡിയോയിൽ അത്ര വലിയ രസമൊന്നും കാണത്തില്ല, പക്ഷേ അടിപൊളി പ്ലേസ് ആയിരുന്നു. അതിനുശേഷം ഞങ്ങൾ വന്ന് ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങാൻ പോകണം. അപ്പം കൊളുക്കുമല വിശേഷങ്ങളുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. അപ്പോൾ ബൈ.